ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ സ്പെഷ്യൽ ആളുണ്ട്. ശ്രീബാല 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 ഉണ്ണിയുടെ ബെസ്റ്റിയാണ് ശ്രീബാല. അപ്പോൾ ഞങ്ങളും ശ്രീബാലയും ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇത് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്? അറിയില്ല, ഞാൻ ആദ്യമായി കേട്ടൊരു സ്ഥലമാണ്, അതുകൊണ്ട് എനിക്ക് ഒരു പിടിയില്ല. ഇവിടെ UAE താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ എന്ത് ചൂടാണെന്ന്. ഈ ചൂടത്ത് നിന്ന് അമ്മ ഒരു മഴയത്തിൽ കൊണ്ടുവന്ന നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? അമ്മ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് ഗൈസ്. സോ ഞങ്ങൾ ഈ ചൂട് കാലത്ത് ഞങ്ങൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മഴയത്തേക്ക് പോകാൻ പോവാണ്. സോ അങ്ങനൊരു സ്ഥലം ഇവിടെ ഷാർജയിൽ വന്നിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ആ ഷോ കിട്ടുമോ ഇല്ലയോ ഒക്കെ നമുക്ക് നോക്കാം. കാരണം എനിക്കും അറിയില്ല, കാരണം ഇവിടെ ഓൾറെഡി 8:30 ആയി. 9 മണിക്കാണ് അടുത്ത ഷോ. എല്ലാ മണിക്കൂറിലും 5-5 മിനിറ്റ് വെച്ചിട്ടൊക്കെയാണ് ഷോ ഉള്ളത്. സോ അച്ഛൻ തരത്തേക്ക് പോയി നമുക്കും പോവാം. വരുമോ? ഇവർ ഭയങ്കര സ്ലോ ആണ് ഗൈസ്. എന്നിട്ട് എന്നോട് പറയുമോ ഞാനാണ് ടൈം എടുത്തത്. ഷോർട്സ് എടുക്കണി, എസ്തെറ്റിക് ഷോർട്സ് എടുക്കും. ഇങ്ങനെയല്ല, എസ്തെറ്റിക് ഷോർട്സ് എടുക്കാം. ഇങ്ങനെ സ്ലോ ആയിട്ടോ. ഗൈസ്, ഇവർ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഗൈസ്. ഇവരുടെ ഡെബിറ്റ് കാർഡ് ഞാൻ എടുക്കാൻ മറന്നു. അത് വലിയ തെറ്റന്നെ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് എന്തൊക്കെ ഫുഡാണ് അറിയപ്പെടാനുള്ളത്. ഒന്നും മേടിക്കില്ല, ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചാണ്. എന്താ സംഭവം കിട്ടിയത്? നമ്മൾ പൊടി പൊടിക്കണം എന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പോൾ ഗൈസ്, അച്ഛൻ ആകെ കലിപ്പായി. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം ഞാൻ ഡെബിറ്റ് കാർഡേ മറന്നിട്ടുള്ളൂ. ബിക്കോസ് ഇന്നലെ ഞാനൊന്ന് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നു അച്ഛൻ്റെ കാർഡ് വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ മറന്നു. അപ്പോൾ അതെൻ്റെ പേഴ്സിലാണ്, ഞാൻ എൻ്റെ പേഴ്സ് എടുക്കലില്ല അങ്ങനെ. അതുകൊണ്ട് ദാറ്റ് ഇസ് വൈ. ഇനിയിപ്പോൾ അടുത്ത ഷോ വരുന്നത് 10 മണിക്കാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇതിൽ കൂടെ നടക്കുകയാണ്, ഏതൊക്കെയോ കടേൻ്റെ ഉള്ളിൽ കൂടെ. സോ ഗൈസ്, അപ്പോൾ ഗൈസ് ഇതുണ്ടെങ്കിൽ കിട്ടുമോ? ഈ പാട്ട് പാടുമ്പോൾ കിട്ടുമോ? കോപ്പിറൈറ്റ് അടിക്കുമോ? വോയിസ് ഓവർ ചെയ്തോ? ഇതൊക്കെ പറയാൻ പറ്റില്ല, മറ്റേ നമ്മൾ ഇതിൽ പോകില്ലേ? അതിൻ്റെ ഇതിനുണ്ട്. പിന്നെ ഇതില്ലേ ഡോൾഫിൻ ഷോ അവിടുത്തെ മ്യൂസിക് മറ്റൊരു ചെയ്താണ്. കേൾസിനെ ഞാൻ കണ്ടിട്ടുന്നില്ലേ? One more minute. ഉണ്ണിയെ ഷോർട്ട് എടുത്ത് ഇങ്ങനത്തെ വീഡിയോ എടുക്കും. ഇങ്ങനെ ഉള്ള വീഡിയോ. ക്യാമറ ക്ലീൻ ആക്കി വെച്ച് സ്വന്തം മുഖം എടുക്കണ്ട, തിരിച്ചാൽ മതി.
പിടിച്ചുള്ള ബാക്ക് ക്യാമറ എടുക്കാം. നല്ല മണമുണ്ട് ഞാൻ നടക്കഞ്ഞൊരു നമുക്ക് വേഗം വേഗം ഇങ്ങനത്തെ വലിയ തുള്ളി വിടാൻ പാടില്ലായിരുന്ന മഴ. ഇങ്ങോട്ട് പെയ്യോ പോരാ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിനുള്ള വീഡിയോ എടുക്ക്. എങ്ങനെയുണ്ട്? അമേസിങ്. ഞങ്ങളാരും വേണ്ടെന്നുണ്ടാ പോകുന്നത്. ബട്ട് റിയലി ഗുഡ്. ഞങ്ങൾ ഒന്നിച്ചിട്ട് ആദ്യത്തെ കഴിച്ചു. അപ്പോൾ രണ്ടാമത്തെ അപ്പം നമ്മൾ വെജ് മീന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. ഞങ്ങൾ ആക്ച്വലി ഞാനും ഉണ്ണിയും വെജിൻ്റെ ഫാൻസ് അല്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. ബട്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരി ഒരു നെയ്റോസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പോയി ഒരെണ്ണം ഓർഡർ ചെയ്ത് വായിക്ക് വെച്ചപ്പോൾ സെറ്റ് അടിപൊളി. അതാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരെണ്ണം പറയണ്ടേന്നില്ല, രണ്ടെണ്ണം പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. പിന്നെ ആ അപ്പോൾ വിശപ്പ് സെറ്റായി. അടിപൊളി ഫുഡ് ആയിരുന്നു. പിന്നെ പൊടി മസാല ദോശ അതും കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസിനുണ്ട്. അതെ, 4 ദിറംസോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നവർക്ക് 4 ദിറംസിനൊരു മസാല ദോശ കിട്ടുകയെന്ന് വെച്ചെങ്കിൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല വില ഉണ്ട് ഇവിടെ. മസാല ദോശ 12 ദിറംസാണ്. അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ? വലിയത് അത്യാവശ്യം ക്വാണ്ടിറ്റിയും പിന്നെ അഫോർഡബിൾ റേറ്റുമാണ്. ഇവർ ഡെലിവറി തുടങ്ങിയിട്ടില്ല. കാരണം റേറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ ഡെലിവറി തുടങ്ങിയിട്ടില്ല. പക്ഷേ അവിടെ ആൾക്കാർ നിറച്ചുണ്ട്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ഷോർട്സ് ഇടുന്നുണ്ട്. ഷോർട്സ് ഒന്നുമില്ല, ആ ടൈം ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ നടന്ന് പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ മാത്രമേ ഈ സബ്വേയിലാണ്. ഇവിടെ ഫ്ലഡ് വന്നപ്പോൾ ഇത് മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഫുൾ ഇത് മൊത്തം
ഇത് മൊത്തം അങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഇവിടെ ശരിയാവുന്നേ ഉള്ളൂ. അതിൻ്റെ കുറേ കച്ചറ ഉണ്ട് ഇവിടെ. സോ ഞാനും അമ്മയും ഉണ്ണിയും നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. അച്ഛൻ ഓൾറെഡി നമ്മളെ ഫ്രണ്ടിലുണ്ട്. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വ്ളോഗ്. വൈൻഡ് അപ്പ് ചെയ്യാം ഒരു മിനിറ്റ്. സോ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. ബൈ ഗായ്സ്.